ഫോർത്ത് പേജ് റിജോ, ഫോർത്ത് പേജ്. മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്, ഫോർത്ത് പേജ്. ഏത് ചാപ്റ്റർ മാം? ഓക്കെ, ഇപ്പൊ നമ്മള് മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പുതിയ ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മളിതിൽ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജസ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയായിരുന്നു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജസ്? കണ്ടിന്യൂ ചെയ്യാം. മാം ഏതാ ചാപ്റ്റർ മാം? സോഴ്സസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ പഠിച്ച്, ടൈപ്സ് ഓഫ് വില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റലും പഠിച്ചു. ഓക്കെ, ഏതൊക്കെ ടൈപ്സ് ഓഫ് സ്പില്ലേജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, ഷാർപ്സ്, പിന്നെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, ഓർഗാനിക് മെറ്റീരിയൽ, കെമിക്കൽസ്. ഓക്കെ, നമ്മള് എങ്ങനെയാണ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മാനേജ് ചെയ്യേണ്ടതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ആണ് മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, ആരൊക്കെയും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഒന്ന് മ്യൂട്ട് ചെയ്യാവോ പ്ലീസ്? മ്യൂട്ട്. റിജു, ഫോർത്ത് പേജ്. ഓക്കെ, മെർക്കുറി ഓക്കെ, മെർക്കുറി സ്പില്ലേജ് വേസ്റ്റിനെ കുറിച്ചാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജസ് ഉണ്ടെന്ന് പറഞ്ഞു ഹോസ്പിറ്റൽസിൽ. ഏതൊക്കെയായിരുന്നു? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ട്, കെമിക്കൽസ് ഉണ്ടാകാം, ഷാർപ്സ് ഉണ്ടാകാം, പിന്നെ എന്തൊക്കെയായിരുന്നു? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ് ഉണ്ടാവാം, ഓർഗാനിക് മെറ്റീരിയൽ. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോ ലിസൺ ഹിയർ. Mercury leakage can be dangerous to human health and the environment, and actual management is vital. മാം ആ പേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ക്രോൾ ചെയ്യാൻ പറ്റുമോ ഒന്ന് മുകളിലേക്ക്? ഓക്കെ 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 ഇനഫ്. ഓക്കെ റിജു. ഓക്കെ, ക്ലിയർ ഇപ്പോ സ്ക്രീൻ? ഓക്കെ മാം. ഓക്കെ, അപ്പൊ മെർക്കുറി മാം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഏത് ചാപ്റ്ററാ പഠിപ്പിക്കുന്നതെന്ന് പറയാവോ? ഞാൻ ഇപ്പോഴാ കേറാൻ പറ്റി, എനിക്ക് ലിങ്കിൽ കേറാൻ പറ്റുന്നില്ലായിരുന്നു. ഓക്കെ, നമ്മള് മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആ ചാപ്റ്റർ ആണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. ചാപ്റ്റർ 31. ലാസ്റ്റ് ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ്. ചാപ്റ്റർ 31 മാനേജ്മെന്റ്. എന്തോ? ഓക്കെ മ്യൂട്ട് ചെയ്തോളൂ. കണ്ടിന്യൂ ചെയ്തോട്ടെ? യെസ് മാം. ചാപ്റ്റർ ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെർക്കുറി ലീക്കേജ് ഉണ്ടാകുന്നത് നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനും എൻവയോൺമെന്റിനും ഹാംഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലതരം ഹ്യൂമൻ ഹെൽത്തിന് പലതരം ഡിസീസസ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ഡിസീസ്? ഓർമ്മയുണ്ടോ? എന്തൊക്കെ തരം അസുഖങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞു? ഓർക്കുന്നുണ്ടോ അത് ഏതൊക്കെയാണെന്ന്? HIV, hepatitis B and C. മെർക്കുറി ലീക്കേജ്, മെർക്കുറി ക്യാൻസർ, ക്യാൻസറിന് കാരണമാകുന്നുണ്ട്. ദെൻ പിന്നെന്തൊക്കെയാണ്? ബർത്ത് ഡിഫക്ട്സ്. ഓക്കെ, ക്യാൻസറിന് കാരണമാകുന്നുണ്ട്, ബർത്ത് ഡിഫക്ട്സിന് കാരണമാകുന്നുണ്ട്, പിന്നെ ബ്രെയിൻ, ദെൻ പിന്നെ നമ്മുടെ നെർവ് സിസ്റ്റത്തിനെയൊക്കെ ഡാമേജ് ചെയ്യുന്നുണ്ട് മെർക്കുറി. ഓക്കെ, അപ്പൊ നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെ വളരെയധികം അത് അഫക്ട് ചെയ്യുന്നുണ്ട്, ദോഷകരമായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
Okay, അപ്പൊ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? മെർക്കുറി ലീക്കേജ് അത് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, then the next point is evict the area. If the spill is important, evict the area. എന്തോ എവിക്റ്റിന്റെ മീനിങ്, വാട്ട് ഇസ് ദി മീനിങ് ഓഫ് എവിക്റ്റ്? നമ്മൾ ഏരിയ ഒഴിപ്പിക്കുക, ഐസൊലേറ്റ് ചെയ്യാന്ന് പറയില്ലേ? ക്ലിയർ ആയില്ല. ആ ഏരിയ ഒഴിപ്പിക്കുക. ഓക്കെ, ഐസൊലേറ്റ് okay. ചെയ്യുക എന്നൊക്കെ പറയില്ലേ കൊറോണ. ഓക്കെ ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പൊ evict the area. If the spill is important, evict the area and call emergency services. അങ്ങനെ ഒരു സ്പിൽ ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടത്? ആ ഏരിയ, അവിടെ നിന്നും ആളുകൾ ഒഴിപ്പിക്കണം. ആ ഏരിയനെ നമ്മൾ എവിക്റ്റ് ചെയ്യണം. പിന്നെ എന്താണ്? എമർജൻസി സെന്ററിലോട്ട് കോൾ ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സ്പില്ലേജ്, അവിടെ ലീക്കേജ് ഉണ്ടായാൽ, മെർക്കുറി ലീക്കേജ് ഉണ്ടായാൽ ആ ഏരിയ എവിക്റ്റ് ചെയ്യണം. കൂടാതെ എമർജൻസി സർവീസസ് നമ്മൾ കോൾ ചെയ്യണം. ആ പോയിന്റ് ക്ലിയർ ആയോ? ഇല്ല. യെസ് മാം. ഒന്നോട് പറയാവോ? ക്ലിയർ ആയില്ല. ഓക്കെ, പറയാം. അപ്പോ നമ്മൾ പറഞ്ഞു മെർക്കുറി ലീക്കേജ് വെരി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ലീക്കേജ് ഉണ്ടാവുന്ന ആ ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിപ്പിക്കണം. ഓക്കെ, എവിക്റ്റ് ചെയ്യണം ആ ഏരിയ. ദെൻ പിന്നെ നമ്മൾ നോക്കി നിന്നാ മതിയോ? അങ്ങനെ ഒരു ലീക്കേജ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കി നിന്നാ മതിയോ? നമ്മൾ എമർജൻസി സർവീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയോ? യെസ് മാം. യെസ് മാം. Okay. Then third point is take away jewelry. Jewelry take away. Okay, take away all jewelry from hands and wrists so that the mercury can't combine with the valuable metals. Okay, നമ്മുടെ മെർക്കുറിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണത്? ഈ ജ്വല്ലറി അല്ലെങ്കിൽ വാല്യുബിൾ ആയ മെറ്റീരിയൽസുമായിട്ട് അത് ഡിസോൾവ് ആവും. ഓക്കെ, ഈ മെറ്റീരിയൽസ് മെർക്കുറിയിൽ ഡിസോൾവ് ആവും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ജ്വല്ലറീസ് നമ്മൾ അവെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, യെസ് മാം. ക്ലിയർ ആണോ പോയിന്റ്? അതെ. മെർക്കുറി ജുവൽസുമായിട്ട് കമ്പൈൻ ചെയ്യാൻ പാടില്ല. ഈസ് ഇറ്റ് മാം? ഓക്കെ. യെസ് മാം. ക്ലിയർ. കേൾക്കുന്നില്ല. മാം ക്ലിയർ ആവുന്നില്ല. മാമിന്റെ വോയിസ് ക്ലിയർ ആവുന്നില്ല. കേൾക്കുന്നില്ല. ക്ലിയർ ആവുന്നില്ല. കേൾക്കുന്നില്ല. Take away jewelry. അത് ക്ലിയർ ആയോ? പോയിന്റ് ക്ലിയർ ആയോ? ഇടയ്ക്കിടയ്ക്ക് കട്ടായി കേൾക്കുന്നുണ്ടോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ആണോ? ക്ലിയർ ആയിട്ടില്ല മാം. പോയിന്റ് ക്ലിയർ ആയിട്ടില്ല മാം. കഴിഞ്ഞത് പറയൂ. ഫുള്ള് കട്ടായി പോലെ. പറയാം. നമ്മൾ ഈ മെർക്കുറിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. ജ്വല്ലറീസ് ഒക്കെ ആയിട്ട് അത് കമ്പൈൻ ആവും. ഓക്കെ, ബ്ലെൻഡ് ആവും. ഈ ജ്വല്ലറീസ് അതിൽ ഡിസോൾവ് ആവും, അതിൽ ലയിച്ചു പോകും. ഓക്കെ, അപ്പോ അതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ജ്വല്ലറീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നതിന് മുൻപ് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. ഇത്തരത്തിലുള്ള ജ്വല്ലറീസ് അല്ലെങ്കിൽ ആഭരണങ്ങളൊക്കെ റിമൂവ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ പോയിന്റ്? യെസ് മാം. ഇപ്പൊ കേൾക്കുന്നു. ക്ലിയർ ആണ്. ഓക്കെ. Then പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. നമ്മൾ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിനെ കുറിച്ച് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണത്? ഗ്ലൗസ്, മാസ്ക്, അതിനൊരു കോമൺ ആയിട്ട് പേര് പറയും. എന്താണ്? PPE. വെരി ഗുഡ്. എന്താണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. അപ്പോ wear protective equipments. Persons should use suitable personal protective equipments such as gloves, goggles and respirators before going to the spill to avoid connection with the mercury and prevent inhalation of mercury vapors. എന്താ പറയുന്നത്? നമ്മുടെ PPE, personal protective equipments ഏതൊക്കെയാണ്? ഗ്ലൗസ്,
കണ്ണടകൾ, ഓക്കെ, ഗോഗിൾസ് ആൻഡ് റെസ്പിറേറ്റേഴ്സ് എന്താണ്? മാസ്ക് കൈൻഡ് ഓഫ് ഒരു എക്യുപ്മെന്റ് ആണ്. നമ്മൾ അത് ശ്വസിക്കുന്നതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ്സ് ആണ് അതൊക്കെ. ഇതുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള PPE നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? Yes, ma'am. ഓക്കെ, ഇപ്പൊ കെമിക്കൽസ് ആണെന്ന് പറഞ്ഞു. മെർക്കുറി ഒക്കെ നമ്മൾ ശ്വസിക്കുന്നതിലൂടെ ബ്രീത്തിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലം വരാം? നമ്മുടെ നേരത്തെ പറഞ്ഞിട്ട് ലങ്സിന് ഡാമേജ് ഉണ്ടാകാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നിന്നും ഇത്തരം സിറ്റുവേഷൻസിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇത്തരത്തിലുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, ദാറ്റ് മീൻസ് PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ PPEയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ എത്രത്തോളമാണെന്ന്? അപ്പൊ ആ പോയിന്റ് Yes, ക്ലിയർ ma'am. ആയില്ലേ? Yes, ഓക്കെ. ma'am. Yes, ma'am. Clear ആയി. Okay. Okay. Then contain the spill. Okay. Use a mercury. Okay. Use a mercury spill kit or absorbent material like absorbent pads to contain the spill and prevent it from spreading. എന്താണ് contain the spill? ഓക്കെ, നമ്മളിത് സ്പ്രെഡ് ചെയ്യാതെ, ഈ ലീക്കേജ് അല്ലെങ്കിൽ സ്പില്ല് സ്പ്രെഡ് ചെയ്യാതെ നമുക്ക് എങ്ങനെയൊക്കെ അതിനെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാം. ഓക്കെ, അതിന് ഡിഫറെന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. അബ്സോർബന്റ് പാഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ടിഷ്യൂസ് ആയിരിക്കാം, പേപ്പേഴ്സ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന അത്തരം മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അതിന് നമ്മൾ കൺട്രോളിൽ കൊണ്ടുവരണം. ഫ്രം സ്പ്രെഡ് ചെയ്യാതെ നമ്മളത് കൺട്രോൾ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? Yes, ma'am. Okay. Okay, then one more point is there. Put materials in a labeled hazard waste bag or container for discarding. If it is small spillage, sit with a needless Ma'am, syringe hello? without needle and Scroll ചെയ്യാമോ? just scroll ചെയ്യാവോ? ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞു. അബ്സോർബന്റ് പാഡ്സ് ആയിരിക്കാം, ടിഷ്യൂസ് ആയിരിക്കാം, ഈവൻ പേപ്പർ ആയിരിക്കാം. അപ്പൊ ഇത്തരത്തിൽ യൂസ് ചെയ്ത മെറ്റീരിയൽസ് നമ്മൾ എവിടെയാണ് ഡിസ്കാർഡ് ചെയ്യേണ്ടത്? നമുക്ക് തോന്നുന്നിടത്ത് കൊണ്ടിടാൻ പാടുണ്ടോ? ഇല്ല. ഇല്ല, നമ്മളിതിനെ പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്യണം. അതിനെന്താണ് ലേബിൾഡ് ചെയ്തിട്ടുള്ളത്? ലേബിൾഡ് ചെയ്ത ഒരു ബാഗിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ ഇതിനെ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. അപ്പൊ അത്തരം ഡിസ്കാർഡ് ചെയ്യുന്ന മെറ്റീരിയൽസിൽ ചിലപ്പോ സിറിഞ്ചസ് ഉണ്ടാകാം, അല്ലെങ്കിൽ നീഡിൽസ് ഉണ്ടാകാം. ഓക്കെ, ഇപ്പൊ നീഡിൽ എന്ന് പറയുന്നത് വൺ ടൈം യൂസിനുള്ളതാണ് അല്ലേ? നമ്മളത് ഓവർ യൂസ് ചെയ്യോ അല്ലെങ്കിൽ വീണ്ടും യൂസ് ചെയ്യോ ഒരു സെയിം നീഡില്? ഇല്ല, ഒരു വൺ ടൈം യൂസ് ആണ് അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്താണ്, സിസേഴ്സ് ഒക്കെ എങ്ങനെയാണ്? നമുക്കത് റീയൂസ് ചെയ്യാം. എങ്ങനെ റീയൂസ് ചെയ്യണം? ഡിസ്ഇൻഫെക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ സിസേഴ്സ് അല്ലെങ്കിൽ ബ്ലേഡ്സ് അല്ലെങ്കിൽ ഈവൻ നൈഫ്സ് ഒക്കെ നമുക്ക് റീയൂസ് ചെയ്യാം. പക്ഷെ നീഡിൽസ് ഒക്കെ വൺ ടൈം യൂസിനുള്ളതാണ്. വേറെ സിറിഞ്ചസ് എങ്ങനെയാണ്? സിറിഞ്ച് നമുക്ക് റീസൈക്കിളിന് വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? നീഡിൽസ് ഒക്കെ നമ്മൾ വൺ ടൈം യൂസ് ആണ്. നമ്മുടെ സിസേഴ്സ് ഒക്കെ എന്താ ചെയ്യുന്നത്? നമുക്ക് ഡിസ്ഇൻഫെക്ട് ചെയ്തിട്ട് വീണ്ടും റീയൂസ് ചെയ്യാം. പക്ഷെ സിറിഞ്ചസ് പോലുള്ള മെറ്റീരിയൽസ് നമ്മൾ എങ്ങനെയാണ് റീസൈക്കിളിന് വേണ്ടി ആയിരിക്കണം ഡിസ്കാർഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്പാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ റീസൈക്കിൾ ചെയ്യേണ്ട മെറ്റീരിയൽസ് അങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പോയിന്റ് ക്ലിയർ ആയില്ലേ? ഓക്കെ, then okay, then clean up the spill. Use a mercury spill kit or adhere to the manufacturer's directive for the exact use of absorbent materials to clean up the spill. Be cautious not to spread the mercury during cleanup. Some hospitals follow all the mercury spill surfaces decontaminated with 10% sodium thiosulfate solution. നമ്മൾ പറഞ്ഞു അബ്സോർബന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നു പറഞ്ഞു. സ്പില്ലിനെ ക്ലീൻ ചെയ്യാനായിട്ട് അബ്സോർബന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, സ്പ്രെഡ് ആവാതെ നമ്മൾ തടയണം. ഓക്കെ, സ്പ്രെഡ് ആവാതെ ഇത്തരത്തിലുള്ള ലീക്കേജസിന് സ്പ്രെഡ് ആവാതെ നമ്മൾ തടയണം. ഓക്കെ, അതിന് പലതരത്തിലുള്ള അബ്സോർബന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ചില ഹോസ്പിറ്റൽസിൽ എന്താണ് യൂസ് ചെയ്യുന്നത്? ഡീകണ്ടാമിനേറ്റ് ചെയ്യാനായിട്ട് അത്തരത്തിലുള്ള സ്പില്ലായ സർഫസ് ഡീകണ്ടാമിനേറ്റ് അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്ട് ചെയ്യാനായിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്? 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്.
ഡൗട്ട് ആണോ? എനി ഡൗട്ട്? യെസ് മാം. എന്താണ്? എനിക്ക് മനസ്സിലായില്ല പറഞ്ഞത്. ഇടയ്ക്ക് വെച്ച് മാം ആ കട്ടായി. പോയിന്റ് ഒന്നുകൂടെ പറയോ? ഇത്രേ ഉള്ളൂ. നമ്മൾ ഹോസ്പിറ്റൽസിൽ ഇത്തരത്തിലുള്ള സ്പില്ലേജ് ഉണ്ടായാൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. മാം സർഫസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ അതെ ഉപയോഗിക്കുന്നത്. അതെ, സ്കില്ല് വായുന്ന സർഫസ് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഓക്കെ, വിൻഡോ എന്ത് ചെയ്യണം? നമ്മുടെ വായു സഞ്ചാരം ഉറപ്പാക്കണം. ആ റൂം എന്ത് ചെയ്യണം? വിൻഡോ ഒക്കെ ഓപ്പൺ ആക്കിയിട്ട് വായു സഞ്ചാരം ഉറപ്പാക്കണം. ഓക്കെ. Then Okay, after ma'am. making sure that all the mercury has been removed, continue normal vacuuming and use the clean area for customary operations. നമുക്ക് അതിനുശേഷം നമുക്ക് സാധാരണ ജനറൽ പർപ്പസ് ഡിറ്റർജന്റോ വാട്ടെവർ നമുക്ക് യൂസ് ചെയ്ത് അത് ക്ലീൻ ചെയ്യാം. ദെൻ നമ്മൾ സാധാരണ പതിവായിട്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവിടെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആയോ പോയിന്റ്? നമ്മുടെ സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത് ആ സർഫസ് ആ ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യാം? ആ വിൻഡോസ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ട് വായു സഞ്ചാരം ഉറപ്പാക്കണം. ദെൻ യൂഷ്വൽ ആയിട്ട് നമ്മൾ എന്താണോ അവിടെ ചെയ്യുന്നത്, ആ ഏരിയയിൽ ചെയ്യുന്നത്, ആ പ്രവർത്തനങ്ങൾ കണ്ടിന്യൂ ചെയ്യാം ഇത്തരം ക്ലീൻ ചെയ്തതിന് ശേഷം. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മാം. Okay. യെസ് മാം. Then dispose of waste. All materials that come into contact with the mercury should be discarded as dangerous waste in labeled bags or containers. Adhere to local, state and federal regulations for the disposal of dangerous waste. അപ്പൊ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് നമ്മൾ എവിടെയാണ് ഡിസ്കാർഡ് ചെയ്യേണ്ടത്? ലേബൽ ചെയ്തിട്ടുള്ള ഒരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മളത് ഡിസ്കാർഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ ആ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോക്കൽ ഗവൺമെന്റിന്റെയും അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചായിരിക്കണം നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത് ഓരോ മെറ്റീരിയൽസും. ഓക്കെ, ഓരോ വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യുമ്പോൾ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ലേബിൾഡ് ചെയ്ത ബാഗിലായിരിക്കണം നമ്മളിത് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ മാം. യെസ് മാം. Okay. Then the last one is report the spill. Spills should be reported to the concerned staff for documentation and investigations. ഇങ്ങനെ ഒരു സ്പിൽ ഉണ്ടായതിനു ശേഷം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫിനെ നമ്മൾ എന്ത് ചെയ്യണം? കോണ്ടാക്ട് ചെയ്യണം. ഓക്കെ, റിപ്പോർട്ട് ചെയ്യണം അവരെ. എന്തിനു വേണ്ടിയായിരിക്കാം? അതിന്റെ ഡോക്യുമെന്റേഷൻ നടത്തുന്നതിന് വേണ്ടിയും ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന് വേണ്ടിയും. ഓക്കെ, നമ്മൾ ഇത്തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട സ്റ്റാഫിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ മാം. അപ്പൊ നമ്മള് മെർക്കുറി ലീക്കേജ് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഷാർപ്സ് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യേണ്ടത്? അപ്പൊ മെർക്കുറി ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, യെസ് മാം, ക്ലിയർ ആണ്. മാം, എന്തോ ഇതിന്റെ നോട്ട്സ് മാം തരുമോ? അതോ നമ്മള് MCQ ഡെയിലി കിട്ടാറില്ലേ? MCQ എന്തായിരുന്നു മാം? MCQ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കിട്ടാറില്ലേ? ആ. ഓക്കെ, അത് പ്രാക്ടീസ് ചെയ്യാ ഡെയിലി. ഓക്കെ, ഇത് നിങ്ങൾക്ക് PDF ഉണ്ടല്ലോ കയ്യില്. ആ. ഓക്കെ, then മാം ഈ ഡിസ്പോസ് വേസ്റ്റ് ഇല്ലേ? മാം പറഞ്ഞു ഒന്നുകൂടെ പറയാവോ? ഞാൻ എന്റെ ക്ലാസ് കട്ടായി പോയിരുന്നു. നമ്മൾ ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. മെർക്കുറി കംപ്ലീറ്റ് ആയി. ഓക്കെ, മാം ആ ഡിസ്പോസ് ഓഫ് വേസ്റ്റ് ഇല്ലേ? അതിന് ക്ലീനപ്പ് മുതൽ ഒരാൾ ആദിത്യ കണ്ടിന്യൂ. ആദിത്യ എല്ലാരും കൂടി പറയുമ്പോ ക്ലിയർ ആവുന്നുണ്ട്. ആദിത്യ, എന്താ ആദിത്യയുടെ ഡൗട്ട്?
ക്ലീൻ അപ്പ് ദ സ്പില്ല് അതൊന്നുകൂടെ ഒന്ന് പറയാവോ? എന്റെ ക്ലാസ് കട്ടായി ഏതാ പോയിരുന്നു. പറയേണ്ടത്? ക്ലീൻ അപ്പ് ദ സ്പില്ലും ഡിസ്പോസ് വേസ്റ്റും ഒക്കെ. അപ്പൊ ഞാനൊന്ന് റഫ് ആയിട്ടൊന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞുതരാം. ലാസ്റ്റ് നമുക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, മാം ഇതൊന്ന് മാം ഒന്ന് ഷോർട്ടായിട്ട് ജസ്റ്റ് എങ്ങനെയാണ് ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞു തന്നാൽ മതി. മെർക്കുറി മാത്രം എങ്ങനെയാണെന്നുള്ളൊരു. ഓക്കെ, അപ്പൊ മെർക്കുറിയിൽ നമ്മൾ ഫസ്റ്റ് എന്താണ് ലീക്കേജ് ഉണ്ടായാൽ നമുക്കറിയാം ഹ്യൂമണിനെയും അല്ലെങ്കിൽ ഹെൽത്തിനെയൊക്കെ അത് എൻവയോൺമെന്റിനേക്ക് ഹാംഫുൾ ആണെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഉണ്ടായാൽ ആ ഏരിയ നമ്മൾ എവിക്റ്റ് ചെയ്യണം. ഓക്കെ, ഒഴിപ്പിക്കുക. എന്നിട്ട് നമ്മൾ എമർജൻസി സെന്ററുമായിട്ട് മീൻസ് കോൾ ചെയ്യുക. ഓക്കെ, കോണ്ടാക്ട് ചെയ്യുക. പിന്നെന്താണ് ഈ സമയത്ത് നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്ന ജ്വല്ലറീസ് റിമൂവ് ചെയ്യുക. ഓക്കെ, മേ ബി ഇത് ഹെൽത്ത് കെയർ സ്റ്റാഫിനെ ആയിരിക്കാം. ഓക്കെ, അവരല്ലേ കൂടുതൽ ഇതുമായിട്ട് കോണ്ടാക്ട് വരുന്നത്. അപ്പൊ ഇത് അവർ യൂസ് ചെയ്യുന്ന എല്ലാ ജ്വല്ലറീസും റിമൂവ് ചെയ്യുക. ദെൻ PPE വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് നമ്മൾ ധരിക്കുക. ഓക്കെ, ദെൻ ക്ലീൻ അപ്പ് ദ സ്പിൽ. എന്താണ് ക്ലീൻ അപ്പ് ദ സ്പിൽ? ഹോസ്പിറ്റൽസിൽ ഇത്തരത്തിലുള്ള സ്പില്ലേജസ് ഉണ്ടായാൽ ആ സർഫസ് ക്ലീൻ ചെയ്യാനായിട്ട് സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്ത് ആ ഏരിയ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വിൻഡോസ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, എന്തിനാണ് വിൻഡോസ് ഓപ്പൺ ചെയ്യുന്നത്? എയർ പാസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഓക്കെ, വായുസഞ്ചാരം എയർ പാസിന് വേണ്ടിയിട്ടാണ് വിൻഡോസ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് യൂഷ്വൽ ആയിട്ട് നമ്മൾ എന്താണോ ആ ഏരിയാസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വർക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത് നമ്മൾ ആ ഏരിയ ക്ലീൻ ചെയ്താൽ അവിടെ ഡിസിൻഫെക്റ്റ് ആയി. പിന്നെ വേറൊരു പ്രോബ്ലം ഇല്ല. നമുക്ക് അവിടെ നമ്മുടെ ബാക്കി വർക്കൊക്കെ കണ്ടിന്യൂ ചെയ്യാം അവിടെ തന്നെ. ഓക്കെ, ദെൻ ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. ആ വേസ്റ്റ് എങ്ങനെയായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്? ലേബിൾഡ് ചെയ്തിട്ടുള്ള ഒരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നമ്മൾ ലോക്കൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും പറയുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും നമ്മൾ പാലിച്ചിട്ടുണ്ടായിരിക്കണം ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത്. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു സ്പില്ല് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അത് ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന് വേണ്ടി അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്രയും ക്ലിയർ ആയോ? നേരത്തെ ഡൗട്ട് പറഞ്ഞവര് ക്ലാസ് കട്ടായി പോയവര് ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ആണ് ഷാപ്പ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഷാപ്സിൽ ഏതൊക്കെ വരാം? ഷാപ്പ് വില്ലേജ് വേസ്റ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് നീഡിൽസ് വരാം. ഓക്കെ, നീഡിൽസ്, scalps and other sharp medical tools can cause injury and infection to healthcare workers and other who may come into contact with it. ഓക്കെ, ഏതൊക്കെയാണ് നമ്മുടെ ഷാർപ്സ് ഒബ്ജക്റ്റിൽ വരുന്നത്? ഷാർപ്സിൽ ഏതൊക്കെയാണ് വരുന്നത്? നീഡിൽസ് വരാം. ഓക്കെ, നൈഫ്സ് വരാം. സർജറി ടൈമിൽ യൂസ് ചെയ്യുന്ന ബ്ലേഡ്സ്. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള മെഡിക്കൽ ടൂൾസ്, ഷാർപ്സ് ആയിട്ടുള്ള മെഡിക്കൽ ടൂൾസ് ഹോസ്പിറ്റൽസിലുണ്ട്. ഓക്കെ ഓക്കെ, ബ്രോക്കൺ ഗ്ലാസസ് ഒക്കെ ഇല്ലേ മാം? ബ്രോക്കൺ ഗ്ലാസസ്, സോറി, ബ്രോക്കൺ ഗ്ലാസസ് ഒക്കെ ഇല്ലേ? എന്നത് വരത്തില്ലേ? ഓക്കെ ഓക്കെ, അങ്ങനെ ബ്രോക്കൺ ഗ്ലാസസ് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട് അവിടെ. ഓക്കെ, പിന്നെ സ്കാൾപ്പൽസ്, ഓക്കെ, നീഡിൽസ് ഉണ്ട്, നൈഫ്സ് ഉണ്ട്, ബ്ലേഡ്സ് ഉണ്ട്. സർജറി ടൈമിൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഷാർപ്സ് ഉണ്ട് അവിടെ അല്ലേ. അപ്പൊ ഇതിനെയൊക്കെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുന്നത്? ഇഞ്ചുറീസ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. നമ്മൾ ഇൻഫെക്ഷസ് ഡിസീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. ഏതൊക്കെയാണ് ഇൻഫെക്ഷൻസ്? ഇഞ്ചുറീസിലൂടെ ബ്ലഡ് ബോൺ പാത്തജൻസ്. ഓക്കെ, ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയാണ്? HIVs വരാൻ ചാൻസസ് ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് B and C. ഓക്കെ, അങ്ങനെ രക്തത്തിലൂടെ പകരുന്ന പലതരം രോഗങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇഞ്ചുറീസ് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഷാർപ്സിനെ. ഓക്കെ, use safety protective equipment. Again, before approaching the spill, person should wear suitable personal protective equipment that includes gloves and puncture resistant container to avoid contact with the waste and avoid injury. Again, നമ്മൾ ഇതുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്നതിന് മുൻപ് PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഏതൊക്കെയാണ്? ഗ്ലൗസ് ആവാം, പഞ്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നർ ആവാം. ഓക്കെ,
then avoid contact with the waste and avoid injury. Okay, injuries നമുക്ക് ഒഴിവാകാൻ യൂസ് ചെയ്യുന്ന എല്ലാ എക്യുപ്മെന്റ്സും നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ, then contain the spill. എന്തോ ഹലോ, ഈ ഗ്ലൗസ് ആൻഡ് പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സ് ഇല്ലേ, പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സ് അതെന്താ? ഷാർപ്സ് നമ്മൾ പറഞ്ഞു, നീഡിൽസ് ആയിരിക്കാം, ബ്രോക്കൺ ഗ്ലാസസ് ആയിരിക്കാം. ഇപ്പൊ സാധാരണ ഒരു ബാഗിൽ കൊണ്ടിട്ട് എന്താ പറ്റുന്നത്? അത് കീറിപ്പോകാൻ ചാൻസസ് ഉണ്ട് അല്ലേ? ഷാർപ്സ് അല്ലേ? അപ്പോ ഈ മുറിവ് അല്ലെങ്കിൽ ഇങ്ങനെ മുറിവുണ്ടാകുന്നത് തടയാനായിട്ടുള്ള അത്തരത്തിലുള്ള കണ്ടെയ്നേഴ്സ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് ഡിസ്പോസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഓക്കെ, ആ മൊത്തത്തിൽ അതിനെ ആ ഷാർപ്പായിട്ടുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സ് അതിലിട്ടിട്ട് വേണം കൊടുത്തയക്കാൻ അല്ലേ? കണ്ടെയ്നർ ആ, അല്ലെങ്കിൽ ബാഗ്സ്. ഓക്കെ, അതിനകത്ത് വേണം നമ്മൾ ഈ വക സാധനങ്ങളൊക്കെ. ബാഗ്സോ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സോ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. കാരണം എന്തുകൊണ്ടാ? ബ്ലേഡ്സ് ഉണ്ടാകും. ഓക്കെ, ബയോസാഡ് ബാഗ്. ആ അപ്പൊ നെക്സ്റ്റ് എന്താണ്? കണ്ടെയ്ൻ ദ സ്പിൽ. യൂസ് എ പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നർ ടു പിക്ക് അപ്പ് കെയർഫുള്ളി എനി ഷാർപ്സ് ആൻഡ് പുട്ട് ദം ഇൻ എ ലേബിൾഡ് ബയോഹാസാർഡ് ബാഗ് ഓർ കണ്ടെയ്നർ ഫോർ ഡിസ്കാർഡിംഗ്. എന്ത് ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കണം? എങ്ങനെ ലേബൽ ചെയ്ത ബാഗിലായിരിക്കണം നമ്മൾ ഈ വേസ്റ്റ് പുട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യേണ്ടത്? സ്ക്രോൾ ചെയ്യുവോ? ലേബിൾഡ് ചെയ്ത അപകടം അല്ലെങ്കിൽ ബയോഹാസാർഡിന് ലേബിൾ ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ ഇത് പുട്ട് ചെയ്യേണ്ടത്. കാരണം എന്തുകൊണ്ടാണ്? ഇൻഫെക്ഷൻസ് വരാൻ ചാൻസസ് ഉണ്ട്. പലതരത്തിലുള്ള നീഡിൽസ് ഉണ്ടാവാം, മീൻസ് ബ്ലേഡ്സ് ഉണ്ടാകാം. ഓക്കെ, ബ്രോക്കൺ ഗ്ലാസസ് ഉണ്ടായിരിക്കാം. അപ്പൊ ഹ്യൂമൻ ഹെൽത്തിനെ സ്ക്രോൾ ചെയ്യാം. ഓക്കെ, സ്ക്രോൾ ചെയ്യാവോ റിജോ? സ്ക്രീൻ സ്ക്രോൾ ചെയ്യാവോ? റിജോ മാഡം, ഈ സ്കാൽപ്പൽസ് എന്നതാ? ഓക്കെ, അത് നമ്മൾ ഡ്യൂറിങ് സർജറി ടൈമിൽ യൂസ് ചെയ്യുന്ന ഡിറ്റാച്ചബിൾ ബ്ലേഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നൈഫ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ ക്ലിയർ ആണ് ഇപ്പൊ സ്ക്രീൻ? ഓക്കെ ഓക്കെ, ഓക്കെ. എന്തായിരുന്നു? അങ്ങനെ ലേബിൾഡ് ചെയ്യുക. ബയോഹസാർഡിന് ലേബിൾഡ് ചെയ്ത ബാഗിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള ഷാർപ്സിനെ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ്? അവർക്കൊരു മുൻകരുതൽ എടുക്കാം. ഓക്കെ, ഇത് കോണ്ടാക്റ്റിൽ വരുന്ന ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു ബാഗ് കാണുമ്പോൾ ഓക്കെ ഇത് ബയോഹസാർഡ് ലേബിൾഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ബാഗിൽ എന്താണ് ഉണ്ടാകുന്നത്? ഷാർപ്സ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആയിരിക്കാം, നീഡിൽസ് ആയിരിക്കാം, ബ്രോക്കൺ ഗ്ലാസസ് ആയിരിക്കാം. അപ്പൊ അവർക്ക് കുറച്ചുകൂടി ഒന്ന് പ്രിക്കോഷൻസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇത്തരത്തില് ബയോഹസാർഡ് ലേബിൾഡ് ചെയ്ത ബാഗ്സ്. അതിന് നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു മാർക്സ്, ഒരു സിമ്പിൾ ഉണ്ടായിരിക്കും, ഒരു ട്രയാങ്കിൾ ഷേപ്സ്. ഓക്കെ, ഒരു ട്രയാങ്കിൾ ഷേപ്സ് സിമ്പിൾ ഉണ്ടായിരിക്കും അത് ആ ബാഗിന്റെ ഫ്രണ്ടിലായിട്ട്. ഓക്കെ, ഒരു 3 ക്രെസെന്റ്സ് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ. ഓക്കെ, സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ അല്ലേ? അപ്പൊ അത്തരത്തിലുള്ള ബാഗിലായിരിക്കണം നമ്മുടെ ഈ ഷാർപ്സ് ഒബ്ജക്ട്സിലേക്ക് നമ്മൾ പുട്ട് ചെയ്യേണ്ടത്, ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഹ്യൂമൻ ഹെൽത്തിനെ ബാധിക്കുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കൾ അല്ലെങ്കിൽ എന്താണ് വിഷപദാർത്ഥങ്ങൾ, കെമിക്കൽസ് ഒക്കെ ഇതില് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള മുൻകരുതൽ കൊടുക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ബാഗിലായിരിക്കണം നമ്മൾ ഇത് ഡിസ്കാർഡ് ചെയ്യേണ്ടത്. Then the next one is clear up the spill. Use a disinfectant solution to clean the affected area completely. Stick to the manufacturer's directives for the apt concentrations and contact time of the disinfectant. എന്താണ് പറയുന്നത്? ഒരു ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത് ആ ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. ഓക്കെ, ആ ഏരിയ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യുക, അണുവിമുക്തമാക്കണം. ഓക്കെ, മാനുഫാക്ചറർ പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചിട്ടായിരിക്കണം നമ്മൾ ഈ പ്രോസസ്സിലൂടെ പോകേണ്ടത്. ഓക്കെ, അത് ക്ലിയർ ആണോ? നമ്മള് അറിയാം
ഇപ്പൊ കൊറോണ ടൈമിൽ കോവിഡ് ടൈമിൽ നമ്മൾ സാനിറ്റൈസർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ സോപ്പ് യൂസ് ചെയ്ത ഒരു 20 to 30 സെക്കൻഡ്സ് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണമെന്ന് പറയും അല്ലെ, റബ്ബ് ചെയ്യണമെന്ന് പറയും ഇല്ലേ? ഒരു ടൈം ഉണ്ട് അവിടെ അല്ലേ? നമ്മൾ ജസ്റ്റ് സോപ്പ് കയ്യിൽ തേച്ചിട്ട് കഴുകി കളയാൻ പാടില്ല. ഒരു 25-30 സെക്കൻഡ്സ് നമ്മൾ റബ്ബ് ചെയ്യണം, റബ്ബ് ചെയ്ത് വാഷ് ചെയ്യണം എന്നല്ല പറയുന്നത്. അതേപോലെ തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടൈം ഉണ്ട്. ഓക്കെ, മാനുഫാക്ചർ പറയുന്ന എല്ലാ പ്രോസസ്സും എല്ലാ കോണ്ടാക്ട് ടൈം അല്ലെങ്കിൽ അവർ പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ് എന്താണ്? ഗെറ്റിംഗ് റിഡ് ഓഫ് വേസ്റ്റ്. വേസ്റ്റ് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? ഓക്കെ, ഗെറ്റിംഗ് റിഡ് ഓഫ് വേസ്റ്റ്. All materials that come into contact with sharp spillage should be got rid of as dangerous waste labeled biohazard bags or container. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു അങ്ങനെ ലേബിൾഡ് ചെയ്തിട്ടുള്ള ബാഗിലായിരിക്കണം നമ്മളിത് ഡിസ്കാർഡ് ചെയ്യേണ്ടത്. സെയിം തന്നെയാണ് നെക്സ്റ്റ് പോയിന്റിലും ഈ സെയിം പോയിന്റ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് കെമിക്കൽ സ്പില്ലേജിലും. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഷാർപ്പ് സ്പില്ലേജ് ക്ലിയർ ആയോ? One more point is there, report to spill. അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫിന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതിപ്പോ എല്ലാത്തിലും ഒരുപോലെയാണല്ലേ മാം? ഫസ്റ്റ് നമ്മൾ PPE ആദ്യം ധരിക്കണം, പിന്നെ ഇതുപോലെ ബാഗിലിടണം, അവിടെ ഏതെങ്കിലും ക്ലിയർ ആയിട്ട് സൊല്യൂഷൻ ഇട്ട് കഴുകണം. അപ്പൊ ഏകദേശം എല്ലാത്തിലും മെർക്കുറി ആകുമ്പോ അത് വേറെ ഇത്. ഓക്കെ, നമ്മൾ ഇനി നെക്സ്റ്റ് പോകുന്നത് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. അപ്പൊ എന്തൊക്കെ പഠിച്ചു? മെർക്കുറി എങ്ങനെ മാനേജ് ചെയ്യാം പ്രോപ്പർ ആയിട്ട്, ദെൻ പിന്നെന്തായിരുന്നു? ഷാർപ്സ്. ദെൻ കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ evaluate the state zone like minor or major spill. ഓക്കെ, കെമിക്കൽ ആണ്, കെമിക്കൽസ് വെരി ഡേഞ്ചറസ് ആണ്. ഓക്കെ, അപ്പൊ അത് മേജർ ആണോ മൈനർ ആണോ എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, then evict the area. Again evict the area. എന്ത് ചെയ്യാ? ഏരിയ evict ചെയ്യാ. Then if the spill is important, evict the area and call emergency service. ഓക്കെ, ആ ഏരിയ evict ചെയ്തതിന് ശേഷം എമർജൻസി സർവീസിന് കോൾ ചെയ്യുക. Then wear protective equipments. ഏതൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്? പേഴ്സണൽ സ്ക്രീൻ കാണുന്നില്ല മാം. PPE like ഗ്ലൗസ്, ഫേസ് ഷീൽഡ്. ഗ്ലൗസ്, ദെൻ ഫേസ് ഷീൽഡ്, ഫേസ് ഷീൽഡ്, മാസ്ക്. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഉണ്ട്. അത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് വെയർ ചെയ്യുക. ഓക്കെ, before going to the spill to avoid connection with the chemical and avoid inhalations of chemical smoke. നമുക്കറിയാം കെമിക്കൽ നമ്മൾ സ്മോക്ക് ചെയ്താൽ ഓക്കെ നമ്മളിത് ശ്വസിച്ചാൽ എന്താ പറ്റുന്നത്? നമുക്ക് പലതരത്തിലുള്ള ഡേഞ്ചറസ് ആയി ലങ്സിന് ഡാമേജ് ഉണ്ടാകുന്നു, ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാകാം. ഓക്കെ, ഇവയിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് റെസ്പിറേറ്റേഴ്സ്, ഓക്കെ, മാസ്ക് പോലുള്ള ഒരു എക്യുപ്മെന്റ്സ് ആണ്, അത് വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ഗ്ലൗസ് ധരിച്ചിട്ടുണ്ടായിരിക്കണം, കണ്ണട, ഓക്കെ, ഗോഗിൾസ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ പോകുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? യെസ് മാം. ആ സ്പില്ലിനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ സ്പ്രെഡ് ചെയ്യാതെ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാം? യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽ such as absorbent pads to contain the spill and prevent it from spreading. Place the materials in a labeled dangerous waste bag of the container for discarding. Again സെയിം തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ്? നമ്മൾ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് അബ്സോർബന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ഏതൊക്കെയാണ്? അബ്സോർബന്റ് പാഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ടിഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഈവൻ പേപ്പർ ആയിരിക്കാം. ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അത് സ്പ്രെഡ് ചെയ്യുന്നത് തടയുക. എന്നിട്ട് ഈ മെറ്റീരിയൽസ് നമ്മൾ എവിടെ ഇടണം? ലേബിൾഡ് ചെയ്ത ഒരു ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഇടേണ്ടത്. ഓക്കെ, അല്ലേ? Clean up the spill. Okay, clean up the spill. Use suitable spill kits or stick to the manufacturer's directives
for the exact use of absorbent materials to clean up the spill. Be cautious not to spread the chemical at the time of cleaning up. Okay. എന്ത് ചെയ്യണമെന്നാ പറയുന്നത് ക്ലീൻ ചെയ്യാനായിട്ട്? എങ്ങനെ ക്ലീൻ ചെയ്യണം? അബ്സോർബന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യണം. പിന്നെ മാനുഫാക്ചേഴ്സിന്റെ ഡയറക്ഷൻസ് ഒക്കെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചായിരിക്കണം ക്ലീൻ ചെയ്യേണ്ടത്. ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് വീണ്ടും സ്പ്രെഡ് ആകാതെ ശ്രദ്ധിക്കണം. ഓക്കെ, ക്ലിയർ ആണോ അത്? ഓക്കെ. യെസ് മാം. Dispose of waste. Okay. Then dispose of waste. All materials that are coming into contact with the chemicals should be thrown away as dangerous waste into labeled bags or container. Adhere to local, state and federal regulations for the disposal of dangerous waste. ഈ മെറ്റീരിയൽസും ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്ന കെമിക്കലുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ മെറ്റീരിയൽസും ലേബിൾഡ് ചെയ്ത ഒരു ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. പിന്നെ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടത്? എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? Then report the spill. എന്താണ് ആ സ്പില്ലിനെ കുറിച്ച് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫിന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു? മെർക്കുറിയുടെ പഠിച്ചു, പിന്നെന്തായിരുന്നു? ഓക്കെ, കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ഒരു റിജോ പേജ് ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? നെക്സ്റ്റ് പേജ്. ഓക്കെ, സ്ക്രീൻ ക്ലിയർ അല്ലേ? ഓക്കെ മാം, ക്ലിയർ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെ ജസ്റ്റ് ഒരു ഡയഗ്രാം ബേസിൽ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, എന്താണ് ചെക്ക്? ഓക്കെ, കെമിക്കൽ സ്പില്ലേജ് ഉണ്ടായാല് ആ സ്പില്ലേജ് നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഫസ്റ്റ് അത് മേജർ ആണോ മൈനർ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇനി മൈനർ ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട സേഫ്റ്റി ഓഫീസേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം. ഓക്കെ, ദെൻ ആ ഏരിയ ഐസൊലേറ്റ് ചെയ്യുക, എവിക്ട് ചെയ്യുക. ദെൻ എന്ത് ചെയ്യണം? ഏതായിരുന്നു നെക്സ്റ്റ് സ്റ്റെപ്പ്? PPE വെയർ ചെയ്യണം, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് വെയർ ചെയ്യണം. ഓക്കെ, ദെൻ പിന്നെന്തായിരുന്നു പറഞ്ഞത്? റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ബേസിലായിരിക്കണം നമ്മൾ വേസ്റ്റ് ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെന്തായിരുന്നു പറഞ്ഞത്? ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിനു മുമ്പ് കൺട്രോൾ സ്പിൽ ഓഫ് ലിക്വിഡ് അത് എന്തോ ഒരു പോയിന്റ് പറഞ്ഞില്ലല്ലോ മാം. കൺട്രോൾ ഒരു പോയിന്റ്. കൺട്രോൾ സ്പിൽ ഓഫ് ലിക്വിഡ് ബൈ കണ്ടെയ്നിങ് ഓക്കെ, ലിക്വിഡ് ബൈ കണ്ടെയ്നിങ് സ്പിൽ യൂസ്ഡ് ആസിഡ് ഓർ ആൽക്കലി ആൻഡ് പ്ലേസ് അബ്സോർബന്റ് പാഡ്സ്. എങ്ങനെയാണ് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യേണ്ടത്? അബ്സോർബന്റ് പാഡ്സ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ എന്താണ് യൂസ് ആസിഡ് ഓർ ആൽക്കലി. ഓക്കെ, ഇത്തരത്തിലുള്ള യൂസ് ആസിഡ് ഓർ ആൽക്കലി യൂസ് ചെയ്ത് ആ ലിക്വിഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യണം. ഓക്കെ, നമ്മൾ പറഞ്ഞു തന്നിട്ട് അബ്സോർബന്റ് പാഡ്സ് ഉണ്ട്, സ്പ്രെഡ് ചെയ്യാതെ അതിനെ പ്രിവെന്റ് ചെയ്യണം. ഓക്കെ, ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് അതിനു വേണ്ടി യൂസ് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പോ ക്ലിയർ ആണ് മാം. നമ്മള് സേഫ്റ്റി ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, ദെൻ ആ ഏരിയ എവിക്ട് ചെയ്യുക. ദെൻ PPE ധരിക്കുക. ഓക്കെ, പിന്നെ അതിനെങ്ങനെ കണ്ടെയ്ൻ ചെയ്യാം, എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഫ്രം സ്പ്രെഡ് ചെയ്യാതെ എങ്ങനെ കൺട്രോൾ ചെയ്യാം? അബ്സോർബന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാം, ടിഷ്യൂ യൂസ് ചെയ്യാം, പേപ്പേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, അതിനെ പ്രോപ്പർ ആയിട്ട് സ്പ്രെഡ് ചെയ്യാതെ കൺട്രോൾ ചെയ്യണം. then എന്ത് ചെയ്യണം? ഇതിനെ ഡിസ്കാർഡ് ചെയ്യണം. എങ്ങനെ ഡിസ്കാർഡ് ചെയ്യണം? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചായിരിക്കണം. ഓക്കെ, ലോക്കൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഹോസ്പിറ്റൽ പോളിസീസ് പാലിച്ചായിരിക്കണം വേസ്റ്റ് ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ പിന്നെന്താണ് പറയുന്നത്? ഡീകണ്ടാമിനേറ്റ് ആൻഡ് ക്ലീൻ ഏരിയ ഉണ്ടാക്കണം. എന്ത് ചെയ്യണം? അണുവിമുക്തമാക്കണം. ഓക്കെ, ക്ലീൻ ചെയ്യണം. ദെൻ റൈസ് ഇൻസിഡന്റ് ഫോംസ്. ഓക്കെ, ഇൻസിഡന്റ് ഫോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നുണ്ട്, ഒരു ഫോംസ് ഉണ്ട്. ഓക്കെ, ആരൊക്കെ ഇത് അഫക്ട് ചെയ്തു, ദെൻ ഓക്കെ ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചെറിയൊരു ഫോംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇഫ് മൈനർ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ,
മേജർ മൈനർ എന്ന് പറയുന്നത് ഗാഢത കൂടിയതും ഗാഢത കുറഞ്ഞതും അങ്ങനെയാണോ? അതെ 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 അതെ. എത്തരത്തിലുള്ള സ്പില്ലേജ് ആണ് അല്ലെങ്കിൽ എത്തരത്തിലുള്ള ഡേഞ്ചർ ആണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്, ലീക്കേജ് ആണ് അവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് ആദ്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ മേജർ ആയിട്ടാണ് സംഭവിച്ചത്, മേജർ ആയിട്ടുള്ള ലീക്കേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നോട്ടിഫൈ അതേഴ്സ്, മറ്റുള്ളവരെ നമ്മൾ അറിയിക്കണം. ഓക്കെ, ദെൻ എവിക്ട് ഏരിയ. അഗെയിൻ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് തന്നെയാണ്, ഏരിയ എവിക്ട് ചെയ്യുക, ദെൻ ആ ഏരിയയിലോട്ട് മറ്റുള്ളവർ കയറുന്നത് തടയുക. ഓക്കെ, പിന്നെന്താണ്? വാച്ച് ഫോർ ഫയർ ഇഫ് ഫ്ലെയിമബിൾ കെമിക്കൽസ് ആൻഡ് മാനേജ് പ്രോപ്പർലി. ചിലപ്പോ കെമിക്കൽസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ചിലപ്പോ തീ പിടിക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അല്ലേ കെമിക്കൽസിന്? സ്ക്രീൻ സ്ക്രോൾ ചെയ്യണേ. സ്ക്രോൾ ചെയ്യാവോ റിജോ സ്ക്രീൻ? ഓക്കെ ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള കെമിക്കൽസിന് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം, മാനേജ് ചെയ്യണം. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ മാം. Okay, next one is next page, radioactive spillage waste management. എങ്ങനെയായിരിക്കും മാം ക്വസ്റ്റ്യൻ ചോദിക്കുക എക്സാമിനൊക്കെ വരുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിഷ മാം, ഓക്കെ, നിഷ മാമിനോട് ചോദിക്കാം, നിഷ മാമിന്റെ ക്ലാസ്സിൽ. ഓക്കെ, MCQ ആയിരിക്കുന്നത് തോന്നുന്നു, എനിക്ക് അറിയില്ല. ഓക്കെ, നിഷ മാമുമായിട്ട്. ഓക്കെ, then radioactive spillage waste management. ഓക്കെ, കെമിക്കൽസ് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് എന്താണ്? റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. റേഡിയോ ആക്റ്റീവ് സ്പില്ലേജിന് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ട് ആരെങ്കിലും? എക്സ്റേ. ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഒക്കെ ഈ പ്രിക്കോഷൻസ് ആണ് അല്ലെങ്കിൽ എന്ത് സ്റ്റെപ്സ് ഒക്കെയാണ് നമ്മൾ എടുക്കേണ്ടതെന്ന്. ഓക്കെ ഓക്കെ അല്ലേ? ഫസ്റ്റ് എന്താണ്? ആ സെയിം സ്റ്റെപ്പ് തന്നെയാണ്, സെയിം പോയിന്റ് തന്നെയാണ് ഇതിലും പറയുന്നത്. ഓക്കെ, റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് ക്യാൻ ബി ഡേഞ്ചറസ് ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ്. സ്റ്റെപ്സ് ടു ബി ടേക്കൺ ഫോർ മാനേജിംഗ് റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ, ഇവാക്യുവേറ്റ് ഏരിയ. ഏരിയ എന്ത് ചെയ്യണം? എവിക്ട് ചെയ്യുക, ഐസൊലേറ്റ് ചെയ്യുക ഏരിയ. ഇഫ് ദ സ്പിൽ ഈസ് നോട്ടബിൾ, ഇവാക്യുവേറ്റ് ഏരിയ ആൻഡ് കോൾ എമർജൻസി സർവീസ്. എമർജൻസി സർവീസിലോട്ട് കോൾ ചെയ്യുക, ആ ഏരിയ എന്ത് ചെയ്യണം? എവിക്ട് ചെയ്യുക. ഓക്കെ, then wear protective equipments. ഏതൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്? PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്? ഗ്ലൗസ് ആയിരിക്കാം, ഗ്ലൗസ്, മാസ്ക്, ഫേസ് ഷീൽഡ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, then contain the spill. ആ സ്പില്ലിനെ നമുക്ക് എങ്ങനെ കൺട്രോളിൽ കൊണ്ടുവരാം? ഫ്രം സ്പ്രെഡിങ്, സ്പ്രെഡ് ചെയ്യുന്നതിൽ നിന്നും എങ്ങനെ കൺട്രോളിൽ കൊണ്ടുവരാം? യൂസ് അബ്സോർബൻ മെറ്റീരിയൽസ്. ഓക്കെ, അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ഏതൊക്കെയാണ്? സാൻഡ് ആയിരിക്കാം, ഒരു അബ്സോർബൻ പാഡ്സ് ആയിരിക്കാം. ഓക്കെ, ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമ്മൾ ഇതിനെ കൺട്രോളിൽ കൊണ്ടുവരിക. ഓക്കെ, സ്പ്രെഡിങ്ങിൽ നിന്നും സ്പ്രെഡ് ചെയ്യാതെ നമ്മൾ കൺട്രോൾ ചെയ്യുക. then put the material in a labeled radioactive waste bag and discard disposal. അപ്പൊ എന്ത് ചെയ്യണം? ഇത് എവിടെയാണ് വീണ്ടും ഡിസ്കാർഡ് ചെയ്യേണ്ടത്? ലേബിൾഡ് ചെയ്ത ഒരു റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗിലായിരിക്കണം ഇത് ഡിസ്പോസ് ചെയ്യേണ്ടത്. then clean up the spill. സ്പിൽ എങ്ങനെ ക്ലീൻ ചെയ്യണം? use suitable spill kits or adhere to the manufacturer's directive for the proper use of absorbent materials to clean up the spill. Cautious not to spread the radioactive materials during cleanup. Again, മാനുഫാക്ചറിന്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ടായിരിക്കണം ക്ലീൻ ചെയ്യുന്ന സമയത്ത്. പിന്നെന്താണ്? നമ്മൾ സ്പ്രെഡ് ക്ലീൻ ചെയ്യുന്ന സമയത്തും ഇത് സ്പ്രെഡ് ചെയ്യാതെ ഇരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, then dispose of waste. Again, ഈ വേസ്റ്റ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? All materials that come into contact with the radioactive materials should be discarded as radioactive waste in labeled bags or containers. Follow local, state and federal regulations for the disposal of radioactive waste. ഓക്കെ, ലേബിൾഡ് ചെയ്ത ബാഗിലായിരിക്കണം ഡിസ്കാർഡ് ചെയ്യേണ്ടത്. ലോക്കൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും എല്ലാ പോളിസീസും റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചായിരിക്കണം ഡിസ്കാർഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യേണ്ടത്. then again report the spill. സ്പില്ലിനെ കുറിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാഫിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. സെയിം പോയിന്റ് തന്നെയാണ്. ക്ലിയർ അല്ലേ അത്?
മാം ഈ PPE-ക്കകത്തെ റെസ്പിറേറ്റർ എന്ന് പറഞ്ഞില്ലേ അതപ്പോ അതിനകത്ത് ഉൾപ്പെടുവോ? ആ പെടും. മാസ്ക് പോലുള്ള എക്യുപ്മെന്റ്സ് ഇല്ലേ നമുക്കറിയാം. നമുക്കിപ്പോ കണ്ടിട്ടില്ലേ മാസ്ക്, നോട്ട് മാസ്ക്, ഓക്സിജൻ മാസ്ക്. എന്തോ ഓക്സിജൻ മാസ്ക്. എടാ അപ്പൊ നമുക്കത് നമുക്കിപ്പോ കെമിക്കൽ ഇപ്പൊ സ്മോക്ക് ഓക്കെ, അപ്പൊ അങ്ങനത്തെ സമയത്ത് നമ്മൾ ആ മാസ്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല പ്രോപ്പർ ആയിട്ട് അതിനെ ഫിൽറ്റർ ചെയ്തിട്ടുള്ള ഓക്സിജൻ നമുക്ക് ശ്വസിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫയർ റെസ്ക്യൂവിലൊക്കെ സമയത്ത് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മാസ്ക് ഇല്ലേ? ആ മാസ്ക് ആണോ മാം റെസ്പിറേറ്റർ എന്ന് പറയുന്നത്? അതെ അതെ. ഓക്കെ, ഇപ്പൊ ഇത്രയും ക്ലിയർ ആയി. ഇപ്പൊ നമ്മൾ 5 പോയിന്റ്സ് ഡിസ്കസ് ചെയ്തു. 5 എന്തായിരുന്നു? ടൈപ്സ് ഓഫ് സ്പില്ലേജ് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു 5 എണ്ണം? മെർക്കുറി, blood and body fluids, chemicals, sharps, spillage, chemicals, radioactive. ഓക്കെ, ഒരു ഫില്ലിംഗ് കൂടി ഉണ്ട്, ലബോറട്ടറി ഏരിയ മൈക്രോബിയൽ കൾച്ചേഴ്സ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇതൊന്നും കൂടി റിവൈസ് ചെയ്യാം. ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത കുറെ ആളുകളുണ്ട്, നമുക്ക് ഒന്നും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം, റിവൈസ് ചെയ്യാം ഇത്. ഓക്കെ ഓക്കെ മാം. അപ്പൊ ഞാൻ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. എന്തൊക്കെ സ്റ്റെപ്സ് ആണ്, എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് വേസ്റ്റ് ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ലീക്കേജ് ഉണ്ടാവുന്ന സമയത്ത് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ആളുകളെ എല്ലാം അവിടെ നിന്ന് മാറ്റണം. ഓക്കെ, ക്ലിയർ അല്ലേ? മ്യൂട്ട് ചെയ്തില്ലേ? വെരി ആദിത്യ. ആദിത്യ എവിടെ? ഇവിടെ ഉണ്ട് മാം. പറഞ്ഞോളൂ, എന്തൊക്കെ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യണം? ആളുകളെ എല്ലാം അവിടുന്ന് മാറ്റണം, എവിക്ട് ചെയ്യണം, എവിക്ട് ഏരിയ. പിന്നെ ജ്വല്ലറി ഒക്കെ എന്താ ഇപ്പൊ ഈ പിന്നെ PPE കിറ്റ് ധരിച്ചിരിക്കണം. ഏതൊക്കെ പെടുന്നുണ്ട് ഇതിൽ? ഏതൊക്കെയാണ്? ഗ്ലൗസ്, മാസ്ക്, ഗ്ലൗസ് ആയിരിക്കാം, മാസ്ക്, പിന്നെ ഷീൽഡ്. ഓക്കെ, PPE വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ്? അത് വേണ്ടപ്പെട്ട ആളുകളെ എല്ലാം അറിയിക്കണം. ഓക്കെ, എമർജൻസി സർവീസിലോട്ട് നമ്മൾ കോൾ ചെയ്യണം. പിന്നെന്താണ്? ആ സ്പില്ലിനെ എങ്ങനെ സ്പ്രെഡ് ചെയ്യാതെ കൺട്രോൾ ചെയ്യാം? അതിനെന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്? അവിടെ ഈ ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിൽ 10% സോഡിയം തയോസൾഫേറ്റും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ക്ലീൻ ചെയ്യുന്ന സമയത്ത് അല്ലടാ, നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അബ്സോർബൻ പാഡ്സ് യൂസ് ചെയ്യണം. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? ലേബിൾഡ് ഹസാർഡ്സ് വേസ്റ്റ് ബാഗ്. ലേബിൾഡ് ചെയ്ത ബാഗിലായിരിക്കണം നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഡിസ്കാർഡ് ചെയ്യേണ്ടത് ലേബിൾഡ് ചെയ്ത ബാഗിലായിരിക്കണം. ഓക്കെ, പിന്നെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്താണ്? ക്ലീൻ ചെയ്യുന്ന സമയത്ത് സോഡിയം തയോസൾഫേറ്റ് ഉപയോഗിക്കും. 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്താണ് ക്ലീൻ ചെയ്യേണ്ടത്. പിന്നെന്താണ്? ക്ലീൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ക്ലീൻ എന്താണ്? ഓക്കെ, സോഡിയം തയോസൾഫേറ്റ് യൂസ് ചെയ്ത് നമ്മൾ ആ സൊല്യൂഷൻ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തു. പിന്നെന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? വിൻഡോസ് ഓപ്പൺ ചെയ്യണം. എങ്ങനെയാണ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്? ബയോക്സൈഡ്. ആദിത്യ, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ആദിത്യ. ഓക്കെ മാം, ഇവിടെ ഉണ്ട്. പറയൂ, വേസ്റ്റ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? അത് ലേബിൾഡ് ബാഗിൽ വേണം. പിന്നെന്താണ്?
ലോക്കൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയൊക്കെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ Okay. അല്ലേ ഈ പോയിന്റ് എല്ലാവർക്കും? മെർക്കുറി അതെ, റിലേറ്റഡ് അതെ. ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും ക്ലിയർ അല്ലേ? ആണ് മാം. യെസ് മാം. ഷാബ്സിന്റെ ടൈമിൽ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രോസസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്? സബിത്ത്, ആർ യു ദയർ സബിത്ത്? ഇവിടെയുണ്ട്. പറയൂ, എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യണം? ഓർത്ത് നോക്കിയേ. സേഫ് ആണ് മാം, ഒന്നും കൂടെ പറഞ്ഞു. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സബിത്ത് പറയുന്നത് ക്ലിയർ ആകുന്നില്ല. Then anybody? Safety protective equipment. റിഷാന കണ്ടിന്യൂ. റിഷാന, ബാക്കി എല്ലാരും ഷാന. റിഷാന, ഡിസ്റ്റർബൻസ് ഉണ്ട്. ഓക്കെ, പറയുന്നത് ക്ലിയർ ആണ്. ഹലോ. മോനിഷ കണ്ടിന്യൂ. മോനിഷ, വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PP കിറ്റ്, ഫേസ് ഷീൽഡ്, ഗ്ലൗസ്, അതൊക്കെ വെയർ ചെയ്യണം. യൂസ് ചെയ്യണം. കണ്ടെയ്നർ സ്പില്ല്, ഇപ്പൊ ലേബിൾഡ് ആയിട്ടുള്ള ബാഗിലോ കണ്ടെയ്നറിലോ ഈ ഷാർപ്പായിട്ടുള്ള വസ്തുക്കൾ സൂക്ഷിക്കണം. ക്ലീൻ അപ്പ് ദ സ്പില്ല്, അപ്പൊ ആ ഏരിയ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ആ ഒരു ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഫോളോ ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിനൊരു പ്രോപ്പർ ടൈം ഉണ്ട്, ആ ടൈമിനുള്ളിൽ ക്ലീൻ ചെയ്യണം. പിന്നെ അതിൽ വരുന്ന ബാക്കി വേസ്റ്റുകൾ ഇതേപോലെ തന്നെ ലേബിൾഡ് ആയിട്ടുള്ള ബാഗിലും കണ്ടെയ്നറിലും തന്നെ സൂക്ഷിക്കണം. പിന്നെ ഇത് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ദ സ്പില്ല് അപ്രോപ്രിയേറ്റ് പേഴ്സണലിനാ, അതോറിറ്റിനാണോ മിസ്, അങ്ങനെയാണ് പറയണ്ടത്. റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ദെൻ പിന്നെന്താണ്? കെമിക്കൽ. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് കെമിക്കൽ സ്പില്ലേജുമായിട്ട് കോണ്ടാക്ടിൽ വരുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഫെമിദ കണ്ടിന്യൂ. ഫെമിദ. ഓക്കെ മാം, ഇത് കെമിക്കൽ എന്ന് പറയുമ്പോൾ അതിൽ നമ്മളിപ്പോൾ ഷാർപ്പായിട്ടുള്ള, അതായത് മൈനർ ആണോ മേജർ ആണോ നോക്കണം. അത് വെച്ചാൽ നല്ല വീര്യം കൂടിയതായിരിക്കാം, അപ്പം അതനുസരിച്ചിട്ട് വേണം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നല്ല ഗാഢത കൂടിയതാണെന്ന് വെച്ചാൽ അവിടെ വേഗം ആൾക്കാരെയൊക്കെ ഒഴിച്ച് മാറ്റിവിടുക. എന്ന് വെച്ചാൽ അത് നല്ല എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ എല്ലാ ഏരിയ ക്ലീൻ ആക്കുക. എന്നിട്ട് മറ്റുള്ളവരെ അവിടെ കയറാതെ തടയാൻ നോക്കണം. പിന്നെ അത് ചിലപ്പോൾ അത് തീ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അത് എല്ലാം കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. അത് മേജറിൽ വരുന്നതാണ്. മൈനർ എന്ന് പറയുമ്പോൾ നമ്മളിത് സേഫ്റ്റി ഓഫീസറെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അറിയിക്കണം. പിന്നെ അതുപോലെ നമ്മൾ PPE കിറ്റ്, അത് അവിടെയൊക്കെ നമ്മൾ ഗ്ലൗസ് അതുപോലെയുള്ള സംഭവങ്ങൾ, കണ്ണട, മാസ്ക് ഒക്കെ പോലെയുള്ള PPE. എന്താ മാം? PPEയോ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, അത് ഉപയോഗിച്ചിട്ട് നമ്മളവിടെ ഗ്ലൗസ് വരാം, പിന്നെ അതുപോലെ മാസ്ക്, അങ്ങനത്തെ ഉള്ളൊരു ഗ്ലൗസ്, അങ്ങനത്തെ സംഭവങ്ങൾ. എന്നിട്ട് അവിടെ ക്ലീൻ ചെയ്ത് വെച്ചാൽ ബ്രീത്തിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും അത് മൂലമായിട്ട്. പിന്നെ അവിടെ എന്ന് പറയുന്നത് അബ്സോർബൻ ചെയ്യുന്ന, അവിടെ എങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യാന്ന് ചോദിച്ചാൽ അബ്സോർബ് മെറ്റീരിയൽ വെച്ചിട്ട് വേണം അവിടെയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാൻ. പിന്നെ അത് ഡേഞ്ചറസ് ലേബൽ ചെയ്തിട്ടുള്ള ഡേഞ്ചറസ് പറയുന്ന ബാഗിൽ വേണം നമ്മൾ അതിൽ കണ്ടെയ്നറിൽ ഡിസ്കാർഡ് ചെയ്യാൻ വേണം. പിന്നെന്ന് പറയുന്നത് പിന്നെന്തായിരുന്നു,
ആ ഇത് പിന്നെന്തായിരുന്നു ഇത്രയുള്ള റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അവിടെ എല്ലാ അതെ റിപ്പോർട്ട് ചെയ്യണം. നമ്മളിപ്പോ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മള് സ്റ്റേറ്റിന്റെയും ആൾക്കാരുടെ റെഗുലേഷൻ. അതെ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, then റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ആദിൽ കണ്ടിന്യൂ. ആദിൽ ഏതൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്? ആദിൽ. ഹ്യൂമൻ ഹെൽത്തിനും എൻവയോൺമെന്റിനും ഒക്കെ ദോഷകരമായതിനാൽ തന്നെ എമർജൻസി കോൾ ചെയ്തിട്ട് വേണം അവിടെ എവിക്റ്റ് ചെയ്യണം. PPE കിറ്റ് യൂസ് ചെയ്യണം. അബ്സോർബന്റ് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യണം, അതായത് ടിഷ്യൂസ്, പാഡ്സ് അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ റേഡിയോ ആക്റ്റീവ് ലേബിൾഡ് വേസ്റ്റ് ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ സ്പ്രെഡ് ആവാതെ മാനേജ്മെന്റിന്റെയും പിന്നെ ഗവൺമെന്റിന്റെയൊക്കെ റൂൾ പ്രകാരം അത് റിമൂവ് ചെയ്യുക. റേഡിയോ ആക്റ്റീവ് ലേബിൾഡ് ബാഗിലായിരിക്കും ഡിസ്കാർഡ് ചെയ്യേണ്ടത് എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഹോസ്പിറ്റൽ പോളിസീസും പാലിച്ചായിരിക്കും. അതെ, ബന്ധപ്പെട്ട വ്യക്തികളെ ഇൻഫോം ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. ആദിൽ. മാം ഒരു സംശയം ചോദിച്ചോട്ടെ? ഈ റേഡിയോ ആക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ റേസ് അല്ലേ, വികിരണങ്ങളല്ലേ? അതല്ലേ ഉദ്ദേശിക്കുന്നത് മാം? ഈ അബ്സോർബൻ മെറ്റീരിയൽ അപ്പൊ അതൊക്കെ എങ്ങനെയാ? നമുക്കത് കാണില്ലല്ലോ. അതെങ്ങനെയാ നമ്മൾ അബ്സോർബ് ചെയ്യാ? അവിടെ എങ്ങനെ ക്ലീൻ ചെയ്യാ? സാൻഡ് ദെൻ അബ്സോർബൻ പാഡ്സ് യൂസ് ചെയ്ത് അതിനെ നമ്മൾ സ്പില്ല് ചെയ്യണമെന്നാണ്. ഓക്കെ, കണ്ടെയ്ൻ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, സോറി. എക്സ്ക്യൂസ് മീ മാം. ഇപ്പൊ പറഞ്ഞ പറയാവോ? ക്ലിയർ ആയില്ല. ഇപ്പൊ പറഞ്ഞ കാര്യം കൂടെ പറഞ്ഞുതരാവോ? റേഡിയോ ആക്റ്റീവ് എന്തുവാ അറിയണ്ടേ? അത് ക്ലിയർ ആയില്ല, ഇടയ്ക്ക് എനിക്കും ആ ഡൗട്ട് ഉണ്ടായിരുന്നു. റേഡിയോ ആക്റ്റീവ് എങ്ങനെയാ അത് എനിക്ക് മനസ്സിലായില്ല എന്താണോ. അല്ലെ മാം, അതല്ല, ഈ റേഡിയോ ആക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് കണ്ണിൽ കാണാൻ പറ്റില്ല, അത് റേസ് അല്ലേ? അപ്പൊ അതെങ്ങനെ ഈ ഗ്ലൗസ് അബ്സോർബൻ പാഡ് വെച്ചിട്ടൊക്കെ എങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യാം? എനിക്ക് നമ്മള് എക്സാമ്പിൾ പറഞ്ഞില്ലേ, സാൻഡ്, അതൊക്കെ താഴെ വീഴുമ്പോ അബ്സോർബ് ചെയ്യുന്നത് അവര് ഒരു ഗൗൺ പോലത്തെ ഒരു സാധനം ഇടൂല്ലേ ഇത് ചെയ്യുന്ന ആൾക്കാർ? ഇനി അതിനെയാണ് ഈ പാഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഡൗട്ട് ഉണ്ടായി. പിന്നെ ഞാൻ ചോദിച്ചത് ഇതാവോ, എനിക്കറിയാത്തോണ്ടാവോന്ന് വിചാരിച്ച് ഞാനും ചോദിക്കാതിരുന്നേ. എക്സ്റേ റൂമിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെല്ലാം ക്ലീൻ ചെയ്യാനും അതിനൊക്കെ ആയിരിക്കാം വേണ്ടി. ഹലോ, ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഹലോ, റേഡിയോ ആക്റ്റീവ് സ്റ്റേജിന്റെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, എനിക്ക് ഡൗട്ട് ഉണ്ട്. റേഡിയോ ആക്റ്റീവ് എന്ന് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതായിട്ടൊരു ക്ലാസ് കൂടി ഇല്ലേ? ഓക്കെ മാം. ക്ലിയർ ആണോ പറയുന്നത്? റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് മാനേജ്മെന്റ് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നെ, അതാണ് ഉദ്ദേശിച്ചത്. അതല്ല മാം, റേഡിയോ ആക്റ്റീവ് ഒന്നോടെ പറഞ്ഞിരുന്നു മാഡം. അതല്ല, ഈ റേഡിയോ ആക്റ്റീവ് റേസ് അല്ലേ? അപ്പൊ ഇത് ലിക്വിഡ് ഫോമിലല്ലല്ലോ ഉണ്ടാകുന്നത്. അതാ സംശയം. അന്നേരം എങ്ങനെ ഈ അബ്സോർബൻ പാഡൊക്കെ യൂസ് ചെയ്യുന്നതെന്ന്? ഈ ടിഷ്യൂസ് ഒക്കെ ഉപയോഗിക്കത്തില്ലേ, അതെങ്ങനെയാണെന്നാ ചോദിക്കുന്നത് മാഡം. എടാ, എനിക്ക് ക്ലിയർ ആകുന്നില്ല നിങ്ങൾ പറയുന്നത്, ബ്രേക്ക് ആവുന്നുണ്ട് വോയിസ്.
അപ്പൊ നമുക്കിത് ഒന്നും കൂടി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. മതിയോ? റേഡിയോ വില്ലേജ് വേസ്റ്റ് Okay, ma'am. മാനേജ്മെന്റ് അത് നെക്സ്റ്റ് മതി. ക്ലാസ്സിൽ ഒന്നുകൂടി പറഞ്ഞു തരാം. കാരണം നിങ്ങൾക്ക് അത് മതി, നെക്സ്റ്റ് ma'am. ക്ലാസ് ഉണ്ട് ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ ആണോ? താങ്ക് യു. അതിനാടാ ഒച്ച? താങ്ക് യു മാം. ഏ താങ്ക് യു ഒച്ച മാം. എന്നാടാ? താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. ഈ റേഡിയോ ആക്റ്റീവ് നിങ്ങൾ ഇപ്പൊ ചോദിക്കുന്നില്ലേ, എനിക്ക് തോന്നുന്നു ഈ എക്സ്റേസ് ഒക്കെ വാഷ് ചെയ്യാനായിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്.